അങ്ങനെ ഒരു കൊച്ചു വെളുപ്പാൻ കാലത്ത് ദോശമാവ് കലക്കി കലക്കി ദോശ ചുട്ടുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങിയത്. സംഭവം ഇന്ന് എഴുന്നേറ്റത് കുറച്ച് നേരത്തെ ആയിപ്പോയി കേട്ടോ. ഇന്നലെ ഞാൻ ഓഫായിരുന്നുകൊണ്ട് ഇന്നലെ ഞാൻ ഒരുപാട് നേരം കിടന്നുറങ്ങി. അതുപോലെ ഇന്ന് ഉറങ്ങിപ്പോകുമെന്ന് ഉള്ളിലൊരു ഭയം. അങ്ങനെ ടെൻഷൻ അടിച്ച് ഉറക്കം എഴുന്നേറ്റത് നേരത്തെ ആയിപ്പോയി. ഇനി കിടന്ന് ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ചാടി വീണ് എഴുന്നേൽക്കുകയും ചെയ്തു. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഡോറ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും പുറത്ത് നല്ല കുറ്റാക്കുച്ചിരിട്ടും നല്ല കട്ട തണുപ്പുണ്ട്. അതേപോലെ തന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് വീണ്ടും അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ കൂടി ആയതുകൊണ്ട് യദുവിന് ലഞ്ചൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അവന് മുട്ട പൊരിച്ചതും ഒരു പയറിൻ്റെ മെഴുക്ക് വരട്ടി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും സാരമില്ല, അവനൊരു മുട്ട പൊരിച്ച് തന്നെ ധാരാളം. എന്നാലും അതല്ലല്ലോ അതിൻ്റെ ഒരു ശരി, ഒരു തോരനോ മെഴുക്ക് വരട്ടിയോ കൊടുത്ത് വിടണമല്ലോ. അങ്ങനെ ഞാൻ മെഴുക്ക് വരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അവന് പോകാനായിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ അടുക്കി ഒതുക്കി വെച്ചിട്ടേ പോവാറുള്ളൂ കേട്ടോ. അവൻ്റെ സാധനങ്ങൾ, യൂണിഫോം, ബുക്ക്, ബാഗ് എല്ലാം അടുക്കി റെഡിയാക്കി വെച്ചിട്ടേ പോവാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷമാണ് അവൻ സ്കൂളിൽ പോകുന്നത്. അച്ഛനും മോനും കൂടെ ഈ വീട് തല കുത്തനെ എടുത്ത് മറിച്ച് വെക്കും. അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ അടുക്കി ഒതുക്കി വെച്ചിട്ട് പോവുകയാണ്. അതാകുമ്പോൾ അവനൊന്ന് സെറ്റ് ചെയ്ത് വിട്ടാൽ മാത്രം മതിയല്ലോ ഏട്ടന്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കോട്ടയ്ക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. അത്രയായപ്പോഴത്തേക്കും നേരമൊക്കെ അങ്ങ് വെളുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഗെറ്റ് റെഡിയാണ്. നോർമലി ആസ് യൂഷ്വൽ എന്നത്തെയും പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. സ്പെഷ്യൽ ഒക്കേഷനൊക്കെയുള്ളൊരു ഗെറ്റ് റെഡിന് എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ റെഡിയാവുന്ന സമയം യദുമത പുറകിലെ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ പിന്നെ അവനെ വിളിച്ച് എണീപ്പിക്കാനൊന്നും പോവാറില്ല. അവൻ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ കാലാവസ്ഥ വന്നിട്ട് രാവിലെ നല്ല തണുപ്പും മഞ്ഞൊക്കെയാണ്, എന്നാൽ രാത്രി ആയാലും ഭയങ്കര ചൂടാണ് കേട്ടോ. എന്ത് കാലാവസ്ഥയാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഏട്ടൻ എന്നെ ലാബിലോട്ട് കൊണ്ടുവിടുവാണേ.